സത്യങ്ങളിപ്പോൾ എഴുതുകയാണെങ്കിൽ കെ വി തോമസിനൊക്കെ എഴുതുകയാണെങ്കിൽ എഴുതുന്ന പേന പോലും വൃത്തികേട് ഇതാവും, മോശമാവും. അത്രയും മോശം ചരിത്രമുള്ള മനുഷ്യനാണ് അദ്ദേഹം. നാളെ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, വേണേൽ തെളിവോടുകൂടി പല സാധനങ്ങളും കാണിച്ചു തരാം. എല്ലാം തെറ്റാണ് പറഞ്ഞത്. കാരണം അദ്ദേഹം കുമ്പളങ്ങി തൊട്ട് എവിടെ വരെ, ചെങ്കോട്ട വരെ എന്നാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ആ കുമ്പളങ്ങിയിൽ നിന്ന് അദ്ദേഹം എങ്ങനെ വന്നു എന്നുള്ളത്, പുറത്തേക്ക് വന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം. പിന്നെ എൻ്റെ കാരണം പണ്ട് ഒരിക്കൽ ചാലക്കുടി അച്ഛൻ നിർത്താൻ അച്ഛനുള്ളിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ മുരളിയേട്ടനും കൂടി ഉണ്ട്, രണ്ടുപേർ കൂടി വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പിൻവാങ്ങിയേ. ഞാൻ പറഞ്ഞു വേണ്ട, വെറുതെ അടിയുണ്ടായി. അപ്പോൾ അച്ഛനും അത് പിന്നെ മൈൻഡ് ചെയ്തില്ല. ആ സംഭവത്തിനെയാണ് പറയണത്. പോയി സോണിയാഗാന്ധിയുടെ അടുത്ത് സംസാരിച്ചു. എൻ്റെ സോണിയാഗാന്ധിയുടെ അടുത്ത് സംസാരിക്കാൻ കെ കരുണാകരന് വേറെ ആരുടെയെങ്കിലും സൗജന്യം വേണം? എല്ലാത്തിനും. അതായത് അദ്ദേഹമായിരുന്നു ആ സമയത്ത് സോണിയാഗാന്ധിയായിട്ട് ഏറ്റവും അടുപ്പുണ്ടായിരുന്നതെന്ന് കാണിക്കാനും, ഇപ്പോഴും സോണിയാഗാന്ധിയായിട്ട് മുഴുവൻ ബുക്ക് വായിച്ചാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നണേ. എനിക്ക് മുഴുവൻ വായിക്കാൻ പറ്റില്ല, ഞാൻ എൻ്റെ ഭാവം മാത്രമേ നോക്കിയുള്ളൂ. അത് കഴിഞ്ഞ് എൻ്റെ സഹോദരനെ കെ മുരളീധരനെ KPC പ്രസിഡൻ്റ് ആക്കുന്ന കാര്യത്തിലും ശ്രീമതി സോണിയാഗാന്ധിക്ക് എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. കാരണം അന്ന് ഈ പറഞ്ഞ മാതിരി ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് രണ്ടുപേരും, കെ മുരളീധരനെ പ്രസിഡൻറ്റും അന്ന് AK ആൻ്റണി സാറ്, ഉമ്മൻചാണ്ടി സാറാണെന്ന് തോന്നുന്നു, അവർ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനത്തിലാണ് അത് വന്നത്. അല്ലാണ്ട് ഇവരുടെ ആരും സൗജന്യമൊന്നുമല്ല. അത് നന്നായി കൊണ്ടു നടക്കുകയും ചെയ്തു അദ്ദേഹം. അത് കഴിഞ്ഞ് എൻ്റെ പിതാവ് ക്ഷീണിതനായപ്പോൾ ശ്രീ KV തോമസ് നേരെ AK ആൻ്റണിയുടെ അടുത്തേക്ക് പോയി, മാറി പിന്നെ അതിനുള്ള ഇതായിരുന്നു, ഇവിടെ നിന്നുള്ള ന്യൂസുകളൊക്കെ അവിടെ കൊണ്ടു കൊടുക്കുക. അങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അച്ഛനും ഞങ്ങളൊക്കെ അകന്നു അദ്ദേഹമായിട്ട്. അത് കഴിഞ്ഞ് അതിന് മുമ്പും ഉണ്ടായിരുന്നു ബന്ധം എന്നാണ് പറയണത്. ഇവിടുത്തെ ന്യൂസുകളൊക്കെ അവിടെ കൊണ്ടു കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അന്വേഷിക്കാൻ കെ കരുണാകരൻ തയ്യാറായില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്നാണ് പിന്നെ ശ്രീ പിണറായി വിജയൻ്റെ അടുത്തേക്ക് പോയത്. ഒരു കാര്യം കാണാൻ ഇത്രയും നുണ പറയുന്ന, അല്ലെങ്കിൽ മനസാക്ഷി ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ശ്രീ KV തോമസ്. നമ്മളൊക്കെ ഒരു സ്വന്തം സഹോദരൻ്റെ മാതിരി വിചാരിച്ച്, ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗന്മാരെയാണ് അദ്ദേഹം ജീവിച്ചത്. കെ കരുണാകരൻ്റെ ആ കൈയില്ലെങ്കിൽ അദ്ദേഹം എവിടെയും എത്തില്ല. പക്ഷെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഒരു മിടുക്കുണ്ട്, എവിടെയും പൊത്തിപ്പിടിച്ച് കയറാനുള്ള. അങ്ങനെ അദ്ദേഹം കയറി പോയി എന്നല്ലാണ്ട് ഇപ്പോൾ ഒന്നും അല്ലാണ്ടായി. ഇങ്ങനെ വരുന്നവരൊക്കെ അങ്ങനെ ആവുള്ളൂ. പക്ഷേ മരിച്ചുപോയൊരു മനുഷ്യൻ, അദ്ദേഹം നമുക്ക് നന്ദി ഇല്ല പോട്ടെ, ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. ഇതെല്ലാം കണ്ട വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് അദ്ദേഹം നാളെ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, വേണേൽ തെളിവോടുകൂടി പല സാധനങ്ങളും കാണിച്ചു തരാം. പിന്നെ കെ കരുണാകരനും സോണിയാഗാന്ധിയും കൂടി തെറ്റാൻ ഞാനൊരു കാരണമായി എന്നല്ലേ പറയണേ ഈ ഒരു ചെറിയ കാര്യത്തിന്. എന്താണ് കാരണം എന്നുള്ളത് പറയണമെങ്കിൽ എനിക്ക് കുറേ പറയേണ്ടി വരും. അത് ഇപ്പം ജീവിച്ചിരിക്കുന്ന സീനിയർ നേതാക്കളെ ഞാൻ വിഷമിപ്പിക്കേണ്ടി വരും. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ പോലുള്ളൊരു മനുഷ്യന് വേണ്ടിയിട്ട് ഞാൻ അവരൊന്നും കുറ്റം പറഞ്ഞാൽ ശരിയല്ല. പക്ഷെ ഇതൊന്നും അല്ല സത്യം. സത്യങ്ങളിപ്പോൾ എഴുതുകയാണെങ്കിൽ KV തോമസിനൊക്കെ എഴുതുകയാണെങ്കിൽ എഴുതുന്ന പേന പോലും വൃത്തികേട് ഇതാവും, മോശമാവും. അത്രയും മോശം ചരിത്രമുള്ള മനുഷ്യനാണ്. കെ കരുണാകരനെ പറയാൻ അദ്ദേഹം ആയിട്ടില്ല. അതായത് 10 ജന്മം ജനിച്ചു വരണം പറയണമെങ്കിൽ. കേരളത്തിലെ ആൾക്കാർ വിഡ്ഢികളല്ല. എങ്ങനെ KV തോമസ് ആയി എന്നുള്ള ചരിത്രം അദ്ദേഹം ഒന്ന് ഓർത്താൽ കൊള്ളാമെന്ന് മാത്രമാണ് ഈ അവസ്ഥ. എന്നെ ഇതിൽ പിടിച്ച് വലിച്ചഴക്കേണ്ട. എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ അവസാന കാലത്ത് ഏറ്റവും ഇഷ്ടമായിരുന്ന വ്യക്തി ശ്രീമതി സോണിയാഗാന്ധി ആയിരുന്നു. എനിക്ക് ഇവിടുത്തെ ആൾക്കാരെ സഹിക്കാൻ പറ്റാണ്ടാണ് ഞാൻ ഈ പാർട്ടി വിട്ട് പോയത്. അത് അവർക്കൊക്കെ ഇപ്പോൾ കിട്ടണമുണ്ട്, ദൈവം സഹായിച്ച്. നമ്മൾ ചെയ്തില്ലെങ്കിലും ദൈവം കൊടുക്കുന്നുണ്ട്, അതെനിക്ക് സന്തോഷമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ മനുഷ്യൻ ഇനി വല്ലതും പറഞ്ഞാൽ പഴയ ചരിത്രങ്ങളൊക്കെ ഞാൻ വിളിച്ച് പറയും. അത് അയാൾ കേൾക്കേണ്ടിയും വരും. എന്നെപ്പറ്റി എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രയാസവും ഇല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് വിളിച്ച്. ശ്രീ കെ കരുണാകരന് എതിരായിട്ട് പറയാൻ ആൾക്ക് യാതൊരു മടിയില്ലാണ്ട് പറഞ്ഞപ്പോൾ അത് വല്ലാണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് പുസ്തകം വിറ്റ് പോകണ്ടേ, അതുകൊണ്ട് ജീവിക്കേണ്ടി വരും. അപ്പോൾ കെ കരുണാകരനെ പറഞ്ഞാൽ ആ ബുക്കുകൾ വിറ്റ് പോകും. എന്താണെന്നറിയാൻ ആൾക്കാരൊന്നും നോക്കുകയെ, അതിനു വേണ്ടി മാത്രമാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം നമുക്ക് അറിഞ്ഞൂടെ, കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അധികം കാലങ്ങളൊന്നും ആയിട്ടില്ല ഇത്.
അപ്പോൾ ആരുടെ അടുത്ത് ഇനിയിപ്പോൾ അടുത്ത ആരുടെ അടുത്താണോ പോണതെന്ന് എനിക്കറിയില്ല. ഇനി അവരെ സന്തോഷിപ്പിക്കാനാണോ ഇതൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ബുക്ക് വിറ്റ് പോകാൻ എന്ത് വൃത്തികേട് എഴുതുന്ന ഈ രീതി നിർത്തണം. കേരളത്തിലെ ജനങ്ങൾ നല്ല ബുദ്ധിയും ഓർമ്മശക്തിയൊക്കെ ഉള്ളവരാണ്. തൃശ്ശൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് ബിജെപിയുടെ പല ശക്തി കേന്ദ്രങ്ങളിലും വോട്ട് ചോർന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് പൂങ്കുന്നം പോലെയുള്ള സ്ഥലങ്ങളിൽ. എന്താണ് ചേച്ചി അത്ര ഒരു വിലയിരുത്തൽ? എന്താണ് ബിജെപിയുടെ തലത് വോട്ട് ചോർന്നതിൽ? അല്ല, അത് അന്വേഷിക്കണം, പാർട്ടി തന്നെ അന്വേഷിക്കേണ്ടത്. ഞാൻ പറയാനുള്ളതൊക്കെ പാർട്ടി നേതൃത്വത്തിനോട് പറയും. എങ്ങനെ പോയി, എന്താണ്, അതോ UDFനോടുള്ള കടുത്ത ആരാധന മൂത്ത് പലരും വോട്ട് ചെയ്തതാണോ? കാരണം മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ ചെറിയ ഉദാഹരണം ഞാൻ പറയാം. വിൽവട്ടത്ത് ഏത് കാലത്തും 10,000-3000 വോട്ട് ലീഡുള്ള സ്ഥലത്ത് ഇപ്രാവശ്യം ആ ലീഡ് മറികടന്ന് 14,000 വോട്ട് എങ്ങനെ UDF ലീഡ് നേടി? അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട്, അതായത് ശ്രീ പിണറായി വിജയന് എതിരെയുള്ളൊരു വിഭാഗമുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ. അവരുടെ വോട്ടുകൾ എല്ലാ ജില്ലയിലും UDFന് പോയി. ആ കൂട്ടത്തിൽ ഇവരുടെയൊക്കെ മനസ്സിൽ ഈ ഇത്രയും ശ്രീ പിണറായി വിജയനോട് ഇത്ര ഡീപ്പായിട്ട് എതിർപ്പുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ എല്ലാ പാർട്ടിയും പരാജയപ്പെട്ടു. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പോലും അറിഞ്ഞിട്ടില്ല ഇത്ര എതിർപ്പുണ്ട് എന്നുള്ളത്. ഇതിങ്ങനെ ഒഴുകുകയല്ലേ ഇത് വോട്ടുകൾ. അപ്പോൾ BJP അനുഭവമുള്ളവരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മളോടുള്ള എതിർപ്പല്ല. പക്ഷേ എനിക്ക് BJPയുടെ ഉറച്ച വോട്ടുകൾ, വേറെ ഒന്നിലേക്കും പോകാത്ത വോട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇല്ല, കഴിഞ്ഞ കോർപ്പറേഷനിൽ ഇത്ര തന്നെ കിട്ടിയിട്ടുള്ളൂ. അല്ല, പറയേണ്ടത് പറയണമല്ലോ. നമുക്ക് എന്തൊക്കെ ഇവിടെ നടന്നു, എന്താണ് അതിൽ എന്താന്ന് നേതൃത്വം തീരുമാനിക്കട്ടെ. അങ്ങനെയൊന്നുമില്ല. ഇപ്രാവശ്യത്തെ ഞാൻ ഏറ്റവും കണ്ടത് LDFനോടുള്ള ദേഷ്യമാണ് ജനങ്ങൾക്ക്. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെ ക്യാമ്പയിനായി വന്നു. ആ ക്യാമ്പയിനിൽ വന്ന് പ്രധാനമന്ത്രി വന്ന എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെതായിട്ടുള്ള വോട്ടിംഗ് ശതമാനത്തിലുള്ള നേട്ടം BJPക്കുണ്ടായിരുന്നു. അല്ല, എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടൊന്നുമില്ല. അതെ, PM വന്ന എല്ലാ സ്ഥലത്തൊന്നും ഉണ്ടായിട്ടില്ല. എന്തിനാ പറഞ്ഞത്? ഇപ്പോൾ തൃശ്ശൂർ തന്നെ ഇവിടുത്തെ പ്രസിഡൻ്റൊക്കെ വളരെ നന്നായി പ്രവർത്തിച്ച് അദ്ദേഹത്തിന് എന്ത് വോട്ട് കൂടുതൽ കിട്ടി? അപ്പോൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഇതിൻ്റെ മാത്രമല്ല, ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു രോഷമുണ്ട് LDFനോട്. അത് എല്ലാ പാർട്ടിയിൽ നിന്നും പോയിട്ടുണ്ട്. തൃശ്ശൂർ എൻ്റെ നാടല്ലേ, ഓടി പോകാൻ പറ്റില്ലല്ലോ. അവിടെ പോയാലും അത് തൃശ്ശൂരുകാരുത്തി എന്നല്ലേ പറയുള്ളൂ. ആ രീതിയിൽ ഞാൻ തൃശ്ശൂരുണ്ടാവും. അങ്ങനെ പറയാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പിന് പാർട്ടി പറഞ്ഞാൽ ഇനി നിൽക്കും. ചേച്ചി പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്ഥാനാർത്ഥിയാകുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം പിന്നീട് ആ ക്യാമ്പയിന് നേതൃത്വം നൽകേണ്ട ആളായിരുന്നു. പല ഘട്ടത്തിലും സുരേഷ് ഗോപിയെ തൃശ്ശൂർ കാണാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് എല്ലാ സ്ഥലത്തും പോകണ്ടേ? ഞാൻ ചോദിച്ചപ്പോൾ അതാ പറഞ്ഞു. അദ്ദേഹത്തിന് കേരളം മൊത്തം അദ്ദേഹത്തിനെ വിളിക്കണ്ട, ആകെയുള്ളൊരു MP അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ അദ്ദേഹത്തിന് അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ അത് വേണമെന്ന് വെച്ചിട്ടല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.